ഹായ് ഓൾ, ഇനി നമുക്ക് സോമർഫീൽഡ് ഫ്രീ ഇലക്ട്രോൺ തിയറിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം, ഒരു മെറ്റലിനുള്ളിലുള്ള ഇലക്ട്രോൺസ് ആ മെറ്റലിനുള്ളിൽ എങ്ങോട്ട് വേണമെങ്കിലും സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്വാണ്ടം മെക്കാനിക്സിലെ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് പ്രോബ്ലവുമായിട്ട് ഇതിനൊരു താരതമ്യ പഠനം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ബോക്സിന്റെ ഡയമെൻഷനും പാർട്ടിക്കിളിന്റെ ബോക്സിലെ ആ ബോക്സിന്റെ ഡയമെൻഷനും ഈക്വലന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തെ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നു. മെറ്റൽസിനുള്ളിൽ ധാരാളം ഇലക്ട്രോൺസുകളുണ്ട്. അതോടൊപ്പം തന്നെ ആ ഇലക്ട്രോൺസുകളെല്ലാം 3 ആക്സിൽ എങ്ങോട്ട് വേണമെങ്കിലും സഞ്ചരിക്കുവാനായിട്ട് കഴിയും. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ആ മൾട്ടി ഇലക്ട്രോൺ പ്രോബ്ലത്തെ മാറ്റിയിട്ട് ഒരു ഇലക്ട്രോൺ പ്രോബ്ലം ആയിട്ട് നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ ഡയമെൻഷനും കൂടെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു. ആ ഇലക്ട്രോണിന് 3 ഡയമെൻഷനും ഇഷ്ടമുള്ള രീതിയിൽ സഞ്ചരിക്കാൻ കഴിയില്ല, ഒരൊറ്റ ആക്സിസിൽ മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്നു എന്നിരിക്കട്ടെ. അപ്പം ആ ഇലക്ട്രോൺ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബോക്സിന്റെ ലെന്ത് എന്ന് പറയുന്നത് L ആണ്. അപ്പം അതങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു. അത് തുടങ്ങുന്നത് x=0 അവസാനിക്കുന്നത് x=L. ആ ഇലക്ട്രോണിന് v=0. അതായത് ബോക്സിനുള്ളിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആണ്. അപ്പം ഇലക്ട്രോൺ എന്താണ്, പോസിറ്റീവ് എക്സ് ആക്സിസിൽ സഞ്ചരിക്കുന്നു. അതിന്റെ x=L അതിന്റെ ബൗണ്ടറിയിൽ കൊളൈഡ് ചെയ്യുന്നു. ദെൻ റിഫ്ലക്ട് ചെയ്ത് നേരെ ബാക്കിലേക്ക് പോരുന്നു. ദെൻ അഗെയിൻ എന്താണ്, x=0 ബോക്സിൽ കൊളൈഡ് ചെയ്യുന്നു. അഗെയിൻ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകുന്നു. അപ്പൊ എന്താണ്, ഇതിന്റെ നടക്കുന്ന കൊളീഷന് ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. ദാറ്റ് മീൻസ് there is no transfer of energy between ഇലക്ട്രോൺ ആൻഡ് ബൗണ്ടറി. അതായത് റിഫ്ലക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും, അതിന്റെ ഇനീഷ്യൽ എനർജി റിഫ്ലക്ഷന് മുമ്പുള്ള എനർജിയും റിഫ്ലക്ഷന് ശേഷമുള്ള എനർജിയും തുല്യം തന്നെയായിരിക്കും. അങ്ങനെ സംഭവിക്കാനുള്ള കാരണം ഈ ബൗണ്ടറി വേൾസിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് റിഫ്ലക്ട് ചെയ്യുന്ന ഇലക്ട്രോണിനെ മുഴുവൻ ഇൻസിഡന്റ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി തന്നെ ഉണ്ടാകുവാനായിട്ടുള്ള കാരണം. ഇതാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ. v=0 ഇൻസൈഡ് ദ ബോക്സ്, v=infinity എനിവെയർ ഔട്ട്സൈഡ് ഓഫ് ദ ബോക്സ്. ദെൻ നമുക്ക് ഈ പ്രോബ്ലത്തെ ഇനി ഷ്രോഡിഞ്ചർ ഇക്വേഷന് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്താണ്, -2m into ∂2ψ/∂x² plus v into ψ which is equal to E into ψ. ഇത് ബേസിക്കലി എന്ത് തന്നെയാണ്, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി എന്ന് പറയുന്ന ഇക്വേഷൻ തന്നെയാണ്. പക്ഷെ ഇതെന്താണ്, അതിനൊരു ഡിഫറൻഷ്യൽ ഫോമിൽ മാത്രം നമുക്ക് എഴുതി വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ദെൻ ഈ പൊട്ടൻഷ്യൽ എന്താണ്, ഇൻസൈഡ് ദ ബോക്സ് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 0. സോ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്തായിട്ട് മാറും, -2m ∂2ψ/∂x² വിച്ച് ഈസ് ഈക്വൽ ടു E into ψ എന്നായിട്ട് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ റെഡ്യൂസ് ചെയ്യും. ദെൻ നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്തു, h² നേരെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിനെ ഈക്വാലിറ്റിയുടെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും, ന്യൂമറേറ്ററിലേക്ക് വരും. ദെൻ ഈ സൈന് ഇവിടെ റൈറ്റ് ഹാൻഡിലുള്ള ടേംസിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഫോമിൽ കിട്ടും, ∂2ψ/∂x² plus 2m E ψ divided by h² which is equal to 0 എന്ന് നമുക്ക് എഴുതുവാനായിട്ട് പറ്റും. ദെൻ നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു, k² which is equal to 2m E divided by h² എന്ന് കൊടുക്കുന്നു. അന്നേരം നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും, ∂2ψ/∂x² plus k² ψ which is equal to 0. ഈ ഒരു ഇക്വേഷൻ എന്താണ്, ഒരു പീരിയോഡിക് ഇക്വേഷൻ ആണ്. ഉദാഹരണത്തിന് ഇതേപോലുള്ള ഇക്വേഷൻ നേരത്തെ തന്നെ നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. എന്താണ്, ഒരു സ്പ്രിംഗ്
ബ്ലോക്ക് സിസ്റ്റത്തിൽ എന്താണ് അവിടുത്തെ വേരിയബിൾ, അതായത് ഹൊറിസോണ്ടലായിട്ട് കിടക്കുന്ന ഒരു സ്പ്രിംഗ് ബ്ലോക്ക് സിസ്റ്റത്തിൽ dx² പ്ലസ് ω²x വിച്ച് ഈസ് ഈക്വൽ ടു 0 വേർ ω² ഈസ് ഈക്വൽ ടു k/m. k എന്ന് പറയുന്നത് എന്താണ്? ആ സ്പ്രിങ്ങിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റും m എന്ന് പറയുന്നത് എന്താണ്? മാസുമാണ്. അതുപോലെ തന്നെ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ കേസ് നമ്മൾ എടുത്തു. അവിടെ എന്താണ്? ആംഗിൾ ആണ് വേരി ചെയ്യുന്നത്. ദെൻ തീറ്റ ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് തീറ്റ എന്നാണ് അർത്ഥം. തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് ω² തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 0 വേർ വേർ ω² വിച്ച് ഈസ് ഈക്വൽ ടു g/l. g എന്ന് പറയുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, l എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഓഫ് ദ പെൻഡുലം. അപ്പം അതേ രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യുവാനായിട്ട് പറ്റും. ഇതുപോലെ ഒരു സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. k² സ്ഥാനത്ത് എന്താണ്? ω² സ്ഥാനത്ത് k² ആണെന്നേ ഉള്ളൂ. ദെൻ ഇതിന്റെ ജനറൽ ഇക്വേഷൻ എന്താണ്? ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് psi of x വിച്ച് ഈസ് ഈക്വൽ ടു a ഇൻറ്റു കോസ് kx പ്ലസ് b ഇൻറ്റു സൈൻ kx എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത്, അടുത്ത ഇഷ്യൂ എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കുകയാണ്. To calculate the values of a and b, apply the boundary conditions. ഇവിടെ രണ്ട് ബൗണ്ടറീസ് ആണുള്ളത്. ഒന്ന് x is equal to 0 മറ്റേത് x is equal to l. x is equal to 0 എന്തായിരിക്കണം? സൈഡ് വേവ് ഫംഗ്ഷൻ 0 ആയിരിക്കണം. x is equal to l എന്തായിരിക്കും? psi of x which is equal to psi of l which is equal to 0. അതായത് രണ്ട് സൈഡിലും വേവ് ഫംഗ്ഷൻ 0 ആയിരിക്കണം. എന്തുകൊണ്ട്? കാരണം ബൗണ്ടറിക്ക് വെളിയിൽ ഇലക്ട്രോണെ കാണുവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 0 ആണ്. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? വേവ് ഫംഗ്ഷന്റെ സ്ക്വയർ ആണ്. അപ്പം പ്രോബബിലിറ്റി 0 ആകണം. അപ്പം അതുപോലെ തന്നെ ബൗണ്ടറിയിലും എന്തായിരിക്കണം? ഇലക്ട്രോൺ ചെന്ന് ഇന്ററാക്ട് ചെയ്ത് നേരെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ബൗണ്ടറിയിൽ കാണാനുള്ള പ്രോബബിലിറ്റിയും എന്താണ്? ഓൾമോസ്റ്റ് 0 ആണ്. അപ്പം നമുക്കിവിടെ എന്തുണ്ട്? psi of x is equal to a cos kx പ്ലസ് b sin kx എന്നുണ്ട്. അപ്പം ഇതിൽ ഏതാണ്, ഈ രണ്ട് കോസിലെ സൈനിൽ ഏതാണ് ബൗണ്ടറിയിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് നമുക്ക് ഒന്ന് ഡിസൈഡ് ചെയ്യണം. നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുന്നത് കോസിന്റെ കോഎഫിഷ്യന്റ് a 0 ആണെന്ന് നമ്മൾ ചൂസ് ചെയ്തു. therefore നമുക്ക് വേവ് ഫംഗ്ഷൻ എന്ത് കിട്ടി? psi of x is equal to b into sin kx നമുക്ക് കിട്ടി. എന്തുകൊണ്ട്? അതിനുള്ള കാരണം ആ ഫംഗ്ഷന്റെ രീതിയാണ്. സൈൻ ഫംഗ്ഷൻ നമ്മൾ നോക്കുക. സൈൻ ഫംഗ്ഷനിൽ വെൻ x is equal to 0 sin x എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ തന്നെ കോസ് ഫംഗ്ഷൻ നോക്കുക. കോസ് ഫംഗ്ഷനിൽ വെൻ x is equal to 0 കോസ് എക്സ് നോട്ട് ഈക്വൽ ടു 0. അപ്പം നമുക്ക് എന്താണ്? ഇവിടെ കോസിന്റെ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഈ ഒരു ഫിനോമിനൻ നമുക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് കോസിന്റെ ഫംഗ്ഷൻ നമ്മൾ ഒഴിവാക്കണം. അതെങ്ങനെയാണ്? കോസിന്റെ കോഎഫിഷ്യന്റ് നമ്മൾ 0 ആക്കിയെന്ന് കൺസിഡർ 0ക്ക് ഇക്വേറ്റ് ചെയ്തു. അപ്പം 0 ഇൻറ്റു കോസ് എക്സ് 0. അപ്പം ബാക്കി റിമൈൻഡ് ചെയ്തതാണ് സൈൻ ഫംഗ്ഷൻ. സോ സൈൻ ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു സൈൻ കെ എക്സ് എന്ന് അങ്ങനെയാണ് അങ്ങനെ വന്നത്. ഇതിപ്പം എക്സ് ഈസ് ഈക്വൽ ടു 0 ഒരു ബൗണ്ടറി കണ്ടീഷൻ മാത്രമേ എടുത്തുള്ളൂ. ഇനി എക്സ് ഈസ് ഈക്വൽ ടു ഈ എല്ലിലെ അടുത്ത ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ എടുക്കുന്നു. അത് വെച്ച് അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കെയുടെ വാല്യൂ എന്താണെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അത് കണ്ടുപിടിക്കുവാനായിട്ട് നമ്മൾ എന്നാ ചെയ്തു? സൈ ഓഫ് എൽ ഈക്വൽ ടു ബി ഇൻറ്റു സൈൻ കെ എക്സ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തു. വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കെ എല്ലിന്റെ വാല്യൂ എന്തായിരിക്കണം? ഈ കെ എല്ലിന്റെ വാല്യൂ എന്തായിരിക്കണം? കെ എൽ ഈക്വൽ ടു എൻ ഇൻറ്റു പൈ. ദെയർഫോർ കെ എന്ന് പറയുന്നത് എന്തായിരിക്കണം? പൈ എൻ പൈ ബൈ എൽ എന്നായിരിക്കണം. ഇനി സൈ ഓഫ് എക്സ് എന്തായി മാറും? സൈ എൻ ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ബി സൈൻ മുമ്പേ കണ്ടുപിടിച്ച കെയുടെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എൻ പൈ ബൈ എൽ ഇൻറ്റു എക്സ് എന്ന് നമ്മൾ എഴുതുന്നു. അപ്പോൾ നമുക്കൊരു എന്ത് കിട്ടി? ഒരു വേവ് ഫംഗ്ഷൻ നമുക്ക് കിട്ടി. അതുപോലെ നേരത്തെ നമ്മൾ കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2me ഡിവൈഡ് ബൈ h കട്ട് സ്ക്വയർ ഷോർഡിഞ്ചർ ഇക്വേഷനിൽ നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ കെ സ്ക്വയറിനാണല്ലോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇപ്പോൾ ഇവിടെ എന്ത് കിട്ടി? കെ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു പൈ ബൈ എൽ. അപ്പോൾ കെ സ്ക്വയർ എൻ എന്ന് പറയുന്നത് എൻ സ്ക്വയർ പൈ സ്ക്വയർ ഡിവൈഡ് ബൈ എൽ എന്ന് നമുക്ക് കിട്ടി. ദെൻ എനർജി ഓഫ് ദ ഇലക്ട്രോൺ എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു ഇ എൻ എന്താണ്? എൻ സ്ക്വയർ പൈ സ്ക്വയർ h കട്ട് സ്ക്വയർ ഡിവൈഡ് ബൈ 2ml സ്ക്വയർ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും.
ഇനി നമുക്ക് ഈ വേവ് ഫംഗ്ഷനിലെ ബിയുടെ വാല്യൂവിനെ നമുക്ക് കണ്ടുപിടിക്കണം. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് നോർമലൈസേഷൻ. നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ഐഡിയയാണ്. ഒരു പാർട്ടിക്കിളിനെ നമുക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടാകുവാനുള്ള സാധ്യത 1 ആക്കി നിർത്തുന്നതാണ് നമ്മൾ നോർമലൈസേഷൻ എന്ന് പറയുക. ഉദാഹരണം, ഇപ്പം നമ്മളൊരു ക്രിക്കറ്റ് കളിക്കുന്നു. ആ ക്രിക്കറ്റ് കളിക്കുന്ന ആ പന്തിനെ കാണുവാനുള്ള സാധ്യത എവിടെയാണ്? ആ കോർട്ടിനുള്ളിൽ എവിടെയെങ്കിലോ അറ്റ്ലീസ്റ്റ് ആ സ്റ്റേഡിയത്തിനുള്ളിൽ എവിടെയെങ്കിലോ ഒക്കെ ആയിരിക്കും. യുവരാജ് സിംഗിനെ പോലുള്ള ആൾക്കാരല്ല ബാറ്റ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ പാർട്ടികളെ കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി ആ സ്റ്റേഡിയത്തിനുള്ളിൽ എവിടെയാണ് എങ്കിലും ആയിരിക്കും നമ്മൾ പറഞ്ഞു വയ്ക്കുന്നു. അതായത് നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പന്തിന് ആ സ്റ്റേഡിയത്തിനെ കാണുവാനുള്ള സാധ്യത ആ സ്റ്റേഡിയത്തിനുള്ളിൽ എവിടെയെങ്കിലും ആയിരിക്കും. ഓക്കെ, അത്തരത്തിൽ ആ ക്രിക്കറ്റ് കളിക്കാൻ ഉപയോഗിക്കുന്ന പന്ത് 1 മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുപോലെ ഇൻ കേസിൽ ഫുട്ബോളിലാണെങ്കിൽ എന്താണ്, ആ ഫുട്ബോൾ കളിക്കാൻ ഉപയോഗിക്കുന്ന പന്ത് ആ സ്റ്റേഡിയത്തിന് അല്ലെങ്കിൽ ആ ഒരേ സമയം ഫുട്ബോൾ കളിക്കുമ്പോൾ അവരെന്താണ് ഒരു പന്തേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ആ കോർട്ടിനുള്ളിൽ എന്താണ് അതിനെ കാണാനുള്ള സാധ്യത 1 തന്നെയായിരിക്കും. അതുപോലെ തന്നെ എന്താണ് നമ്മളിവിടെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളിവിടെ എന്തിന്റെ പ്രോപ്പർട്ടിയാണ്? ഇലക്ട്രോണ് സൈ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷനോട് കൂടിയിട്ടുള്ള ഇലക്ട്രോണിനെ കാണുവാനുള്ള സാധ്യത ആ ബോക്സിന്റെ എക്സ് ആക്സിൽ 0 to L ഒന്നായിരിക്കും, യൂണിറ്റി ആയിരിക്കും. കാരണം അത്തരത്തിൽ ഒരു പാർട്ടിക്കിളേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഒരു സിംഗിൾ ഡയമെൻഷണൽ പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, സൈ എൻ ഓഫ് എക്സ് എന്ന വേവ് ഫംഗ്ഷനോട് കൂടിയിട്ടുള്ള ഇലക്ട്രോണിനെ എക്സ് ആക്സിലുള്ള ഇന്റർവെൽ 0 to L കാണുവാനുള്ള സാധ്യത 1 ആയിരിക്കും. അതിനെയാണ് നമ്മൾ നോർമലൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ഈ സൈ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ സൈ സ്റ്റാർ എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ്. അതായത് വേവ് ഫംഗ്ഷനോട് ഉപയോഗിച്ച് എന്തെങ്കിലും ഐയുടെ ടേം വരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അതിന്റെ സൈൻ ഒന്ന് ചേഞ്ച് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്താവും, വേവ് ഫംഗ്ഷൻ ഇട്ട് കൊടുത്തു, ഇന്റഗ്രൽ 0 to L ബി സ്റ്റാർ. കാരണം ബിക്കകത്ത് കോംപ്ലക്സ് കോൺജുഗേറ്റ് ഉണ്ടോ എന്നൊന്നും ഐയുടെ ഫംഗ്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ബി സ്റ്റാർ എന്ന് നമ്മൾ ഇട്ടു. സൈൻ n pi by L into x into b സൈൻ n pi by L into x dx which is equal to 1 implies. then നമ്മൾ എന്ത് ചെയ്തു, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ബി സ്ക്വയറിനെ നമ്മൾ വെളിയോട്ട് എടുത്തു. അപ്പം മോഡുലസ് ഓഫ് ബി ഹോൾ സ്ക്വയർ ഇന്റഗ്രൽ 0 to L സൈൻ സ്ക്വയർ n pi by L x into dx which is equal to 1 എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ദെൻ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, സൈൻ സ്ക്വയർ തീറ്റ വിച്ച് ഈസ് equal to 1 minus cos 2 തീറ്റ ഡിവൈഡ് ബൈ 2 എന്ന് നമുക്ക് എഴുതുവാനായിട്ട് പറ്റും. ദെൻ നമ്മളിതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 2നെ വെളിയിലേക്ക് എടുത്തു. ദെൻ 0 to L 1 minus cos 2 n pi by L x എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും ഇൻറ്റു ഡി എക്സ്. ദെൻ ബി സ്ക്വയർ ബൈ 2 ഇൻറ്റു നമ്മളതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തു, എക്സ് മൈനസ് L sin 2 pi n divided by L into x whole divided by 2 pi n integral 0 to L എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതിൽ ഈ ഒരു ഫംഗ്ഷൻ 0 പോകും നമ്മൾ ഈ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ. കാരണം ഇതൊരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. ബാക്കി വരുന്നത് എന്താണ്, ബി സ്ക്വയർ ബൈ 2 ഇൻറ്റു L വിച്ച് ഈസ് equal to 1. ദെൻ ഫോർ ബിയുടെ വാല്യൂ എന്തായിരിക്കും, സ്ക്വയർ റൂട്ട് ഓഫ് 2 by L. ദെൻ എന്താണ്, സൈ n ഓഫ് എക്സ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇത് നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, സൈ എൻ ഓഫ് എക്സ് എന്ന് പറയുന്ന നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 2 by L സ്ക്വയർ റൂട്ട് ഓഫ് 2 by L സൈൻ n pi x ഡിവൈഡ് ബൈ L എന്നാണ്. ഇനി ഈ ഒരു വേവ് ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മുടെ ഇന്റർവെല്ലിൽ 0 to x is equal to 0 to x is equal to L ബിഹേവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. n ഈസ് ഈക്വൽ ടു 1 എന്ന ക്വാണ്ടം സ്റ്റേറ്റ് നമ്മൾ എടുത്തു. ദെൻ ഇലക്ട്രോണിന്റെ എനർജി എന്താണ്, En ഈക്വൽസ് E1 വിച്ച് ഈസ് ഈക്വൽ ടു h കട്ട് സ്ക്വയർ n പൈ സ്ക്വയർ ഇൻറ്റു 1 സ്ക്വയർ ഡിവൈഡ് ബൈ 2 ml സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. അതുപോലെ വേവ് ഫംഗ്ഷൻ എന്താകും, സൈ n ഈസ് ഈക്വൽ ടു സൈ 1 വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 by L സൈൻ 1 ഇൻറ്റു പൈ ബൈ L ഇൻറ്റു എക്സ് എന്ന് നമുക്ക് കിട്ടും.
അതുപോലെ n = 2 ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അന്നേരം അതിൻ്റെ വേവ് ഫംഗ്ഷൻ കണ്ടോ, ഇതാണ് സൈനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇതാണ് വേവ് ഫംഗ്ഷൻ സൈയുടെ വാല്യൂ. ഇവിടെ കണ്ടു സൈയുടെ വാല്യൂ 0, അതുപോലെ ഈ രണ്ടിലും സൈയുടെ വാല്യൂ 0 ആണ്. ദെൻ അത് കൂടാണ്ട് ഇതിനെ കണ്ടുപിടിക്കാനുള്ള മാക്സിമം പ്രോബബിലിറ്റി. ഓക്കെ, ഇതിൻ്റെ അതായത് ഇവിടെ വേവ് ഫംഗ്ഷൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എവിടെ ആയിരിക്കും, അവിടെ ആയിരിക്കും ഇതിനെ മാക്സിമം കണ്ടുപിടിക്കുവാനുള്ള പ്രോബബിലിറ്റിയും ഈ നടുക്കായിരിക്കും. ഇനി n = 2 പോകുമ്പോൾ എന്നാ സംഭവിക്കും, ഈ 2 എന്ന് പറയുന്നത് n², n എന്ന് പറയുന്നത് 2 ആണ്, 2² E1 4E1 എന്ന് നമുക്ക് കിട്ടും. സൈൻ 2 എന്താവും, √2/L sin 2π/L × x. ഇവിടെയുള്ള വേവ് ഫംഗ്ഷന്റെ ഫ്രീക്വൻസിയുടെ ഡബിൾ ആവും ഇവിടെ വരുമ്പോൾ. ഓക്കെ, ഫ്രീക്വൻസി കൂടുമ്പം ലാസ്റ്റ് ആ ലെവലിന്റെ എനർജി ലെവലും കൂടും. പക്ഷെ ഈ കറക്റ്റ് ഈ മിഡ് പോയിന്റിൽ ഇവിടെ പാർട്ടിക്കിളിനെ കണ്ടുപിടിക്കാനുള്ള സാധ്യത മാക്സിമം ആയിരുന്നു. ഇവിടെ എന്താണ്, മിനിമം ആണ്. പകരം എവിടെയാണ് പാർട്ടിക്കിളിനെ കണ്ടുപിടിക്കാനുള്ള സാധ്യത, ഇവിടെയും ഇവിടെയുമാണ്. ഓക്കെ, ഈ ഒരു പോയിന്റ് എന്താണ്, 1/4L ആണ്, ഇത് L/2 ആണ്, ഇതെന്താണ് 3L/4 ആണ്. അപ്പം കണ്ടുപിടിക്കാനുള്ള മാക്സിമം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് L/4ലും 3L/4ലും ആയിരിക്കും. n = 3 നമുക്ക് എന്താണ് എനർജി എന്ന് എന്ത് കിട്ടും, 9E1 കിട്ടും. അതുപോലെ വേവ് ഫംഗ്ഷനിൽ എന്താവും, ഇവിടെ 3 എന്നൊരു ടേം വരും, അതായിരിക്കും മാക്സിമം ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെയർഫോർ ഇവിടെ എന്തായിരിക്കും ഉണ്ടാകുക, 3 ലൂപ്പ് ആയിരിക്കും ഉണ്ടാവും. ഒരു ഫസ്റ്റ് ലൂപ്പ്, സെക്കൻഡ് ലൂപ്പ്, തേർഡ് ലൂപ്പ്. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് അങ്ങനെ ഒരു ഫോം ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇതാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കുവാനായിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, ക്വാണ്ടം നമ്പർ മാറുന്നതനുസരിച്ച് ഇലക്ട്രോണിന്റെ എനർജി ലെവൽ, എനർജി സ്റ്റേറ്റുകൾ മാറുന്നുണ്ട്. ഇലക്ട്രോൺ പ്രൊസസ് ചെയ്യാൻ പറ്റുന്ന എനർജി എക്സ്പോണൻഷ്യലായിട്ട് കൂടുന്നുണ്ട്. അതുപോലെ വേവ് ഫംഗ്ഷനും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ ലെവലിനും ഓരോ എനർജിയും ഓരോ വേവ് ഫംഗ്ഷനും ഉണ്ട് എന്നൊരു ഐഡിയ നമുക്ക് കിട്ടിയോ. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ബോക്സിനകത്ത് അകപ്പെട്ട ഒരു ഇലക്ട്രോണിന്റെ കഥയാണ്. ഓക്കെ, ഒരു ഇലക്ട്രോണിന്റെ കഥയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ നമുക്ക് എന്ത് പിടികിട്ടി, അവിടെ ഒരു സർട്ടൻ കൈൻഡ് ഓഫ് എനർജി ലെവൽസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ എനർജി ലെവലുകളിൽ മാത്രമേ, ആ പെർമിറ്റഡ് ആയിട്ടുള്ള എനർജി ലെവലുകളിൽ മാത്രമേ ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇലക്ട്രോണിന്റെ എനർജി കൂടുകയാണെങ്കിൽ എന്തായിരിക്കും, സഫീഷ്യന്റ് എനർജി ഉണ്ടെങ്കിൽ ഈ ഒരു എനർജിയിൽ നിന്ന് നെക്സ്റ്റ് എനർജി ലെവലിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇലക്ട്രോൺ എന്താണ്, ഒരു സഫീഷ്യന്റ് ഓഫ് എനർജി ഈ ഹയർ സ്റ്റേറ്റിലേക്ക് ഇലക്ട്രോൺ എനർജി ഈ ഡിഫറൻറ്റ് എനർജി ലെവലിലുള്ള എനർജി കൊടുത്ത ശേഷം നേരെ താഴേക്ക് വരുവാനായിട്ട് സാധിക്കും. അല്ലാണ്ട് നേട്ടയ്ക്ക് ഇരിക്കുവാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നില്ല. ഓക്കെ, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുവാൻ വേണ്ടി പറഞ്ഞു വെച്ചതാണ്. നമ്മൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വേവ് ഫംഗ്ഷന് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ എനർജി ഐഗൻ വാല്യൂസും കണ്ടുപിടിക്കുക. വേവ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ട് അതിനെ നോർമലൈസ് ചെയ്ത് അങ്ങ് എഴുതുക. അതായത് ഇത് രണ്ടും കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ഒരു പടം n = 1 ഇതായിരിക്കും n = E1. ഓക്കെ, അതുപോലെ n = 2 എനർജി ഇതായിരിക്കും, n = 3 ഈ 3 എനർജി ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം എക്സ്പ്ലെയിൻ ചെയ്തങ്ങ് പോയത്. നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ അത്രമാത്രമൊന്നും എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇനി നമ്മൾ ഈ സിംഗിൾ ഇലക്ട്രോണിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ഇനി നമ്മളിത് ധാരാളം n ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം.